ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെ, വിശ്വസ്തനായ കർത്താവ് നമ്മോട് കൂടിയുണ്ട്. ഇതുവരെയും വിശ്വസ്തയോടെ കർത്താവ് നമ്മെ വഴി നടത്തി, നമ്മെ പരിപാലിച്ചു, നമ്മെ ജയകരമായി ഇതുവരെയും കൊണ്ടുവന്നു. ആ കർത്താവ് ഇനിയും നമ്മെ നടത്തുവാൻ സർവശക്തനാണ്. എന്നാൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാമും എത്രത്തോളം വിശ്വസ്തരായ ആ കർത്താവിന് വേണ്ടി ഫലം കൊടുക്കുമോ അത്രത്തോളം നമുക്ക് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവത്തിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുവാനും ഇടയായിത്തീരും. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ വിശുദ്ധ ദിവസത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 43 വചനം നമുക്ക് വായിക്കാം. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്തോത്രം മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും പരീശന്മാരും ഒക്കെ നിൽക്കുമ്പോൾ അവരോടൊക്കെ പറയുന്നൊരു ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. സ്തോത്രം. കാരണം അവർക്കാർക്കും യേശുവിനെ വിശ്വസിക്കുവാനോ അധികം അംഗീകരിക്കുവാനോ കൈക്കൊള്ളുവാനോ കഴിഞ്ഞിട്ടില്ല. ഒത്തിരി ദൈവപ്രവർത്തികൾ, ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടവരാണ്. എന്നിട്ടും അവർ യേശുവിനെ വിശ്വസിക്കുന്നില്ല. അപ്പോഴാണ് യേശു കർത്താവ് പറഞ്ഞത്, ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് പറയുന്നവർ പോലും സ്തോത്രം ഹല്ലേലൂയ ഈ നാമത്തെ അംഗീകരിക്കുക. പുറമ്പിൽ കിടന്ന തള്ളപ്പെട്ടവരായിരുന്ന ജാതികളായിരുന്ന ഒരിക്കലും ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന നമുക്ക് ഓരോരുത്തർക്കും കൃപയാൽ സ്തോത്രം ഈ യേശു കർത്താവിനെ അറിയുവാനും ആ രക്ഷ പ്രാപിക്കുവാനും ഇത്രത്തോളം കർത്താവിനെ നിൽക്കുവാനും ദൈവം സഹായിച്ചു. എന്നാൽ നാമും ഈ വചനം ഏറ്റെടുക്കണം. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നാമും വിശ്വസ്തരല്ല എങ്കിൽ, നാമും ദൈവ ഇഷ്ടപ്രകാരം അതുപോലെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമ്മിൽ നിന്നും എടുത്ത് മറ്റ് സ്തോത്രം ഹല്ലേലൂയ വ്യക്തികൾക്ക് ദൈവം കൊടുക്കുവാനും ദൈവം മതിയായവനാണ്. സ്തോത്രം. ഈ ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ 33 മുതൽ 41 വരെയുള്ള വചനങ്ങളിൽ ഒരു ഉപമയെക്കുറിച്ച് യേശു കർത്താവ് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്തോത്രം കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പരദേശത്തേക്ക് പോയി എന്ന് നാം വായിക്കുന്നു. അദ്ദേഹം നമ്മുടെ കർത്താവായ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു. ഒത്തിരി കാര്യങ്ങൾ സ്തോത്രം ഈ ശുശ്രൂഷകൾ ഈ ഭൂമിയിൽ ചെയ്തു. എന്നിട്ട് സകല മാനവരാശിക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകി സ്തോത്രം യേശു കർത്താവ് രക്ഷ നൽകി കടന്നുപോയി. എന്നാൽ നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്. ദൈവം ചില കാര്യങ്ങൾ നമ്മിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നാം വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. അടുത്ത വചനങ്ങളിൽ നാം വായിക്കുന്നു 34 വചനം. ഫലകാലം സമീപിച്ചപ്പോൾ അനുഭവം വാങ്ങേണ്ടതിന് യേശു തൻ്റെ ദാസന്മാരെ അയച്ചു. അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വേഗം വരും. ഹല്ലേലൂയ. തൻ്റെ ദൂതന്മാരെ കർത്താവ് അയക്കും. യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയുടെ ഒരു ദിക്കിൽ നിന്ന് അടുത്ത ദിക്കിൽ വരെയും ദൂതന്മാരെ വിശുദ്ധന്മാരെ കൂട്ടിച്ചേർക്കും. ഹല്ലേലൂയ. അത് ഫലകാലമാണ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നാം വിശ്വസ്തരെങ്കിൽ മാത്രമേ നമുക്ക് ആ അനുഭവം സ്തോത്രം ഉണ്ടാകത്തുള്ളൂ. നല്ല ഫലം നമുക്ക് പുറപ്പെടുവിക്കുവാനും കഴിയത്തുള്ളൂ. ആ യജമാനനെ പ്രസാദിപ്പിക്കുന്നവരായി നമുക്ക് മാറുവാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നാം ആ ദിവസം ലജ്ജിച്ചു പോകും. സ്തോത്രം. എന്നാൽ ഈ സ്തോത്രം കുടിയാന്മാരോ ഈ വേലക്കാരെ പിടിച്ച് ഒരുവനെ തല്ലി, മറ്റൊരുത്തനെ കല്ലെറിഞ്ഞു, മറ്റൊരുത്തനെ കൊന്നുകളഞ്ഞു. വീണ്ടും ഈ മനുഷ്യൻ തൻ്റെ സ്വന്തം മകനെ അയച്ചു. ഇവൻ അവകാശി എന്ന് പറഞ്ഞ് അവനെയും കൊന്നുകളഞ്ഞു. എന്നാൽ അതിൻ്റെ 40-41 വചനങ്ങളിൽ നാം വായിക്കുന്നു, ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്ത് ചെയ്യും? അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടമേൽപ്പിക്കും എന്ന് അവൻ അവരോട് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഇവിടെ 41 വചനത്തിൽ വായിക്കുന്നു, ആ വല്ലാത്തവരെ. സ്തോത്രം. നാം ആ വല്ലാത്ത തോട്ടക്കാരെന്ന് പറയുവാൻ ഇടയാകരുത്. നാം എപ്പോഴും നല്ലവരും വിശ്വസ്തരുമായ ദാസനെ എന്ന് വിളിക്കുകയായി മാറുവാൻ ദൈവം സഹായിക്കട്ടെ. വീണ്ടും വായിക്കുന്നു, അവരെ കർത്താവ് വല്ലാതെ നിഗ്രഹിക്കും. ചിലപ്പോൾ ഉടനെ ശിക്ഷ ഉണ്ടാകുകയില്ല, എന്നാൽ ഒരു ന്യായവിധി ദിവസമുണ്ട് എന്ന് നാം അറിഞ്ഞുകൊള്ളണം.
സ്തോത്രം. ആമേൻ. തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് ഏൽപ്പിക്കും. അതിൻ്റെ അർത്ഥം ആമേൻ, തക്ക സമയത്ത് നമ്മിൽ നിന്ന് യേശു കർത്താവ് അനുഭവം പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ. നാം പലപ്പോഴും കരുതും നമ്മുടെ സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യാം, നമ്മുടെ സമയത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാം. അങ്ങനെയല്ല, തക്ക സമയത്ത് കർത്താവ് നമ്മിൽ നിന്ന് ബലം ആഗ്രഹിക്കുന്ന, അനുഭവം ആഗ്രഹിക്കുന്ന ആ സമയത്ത് നാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. അല്ല എങ്കിൽ നമ്മൾ വായിച്ചു, നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് മറ്റ് ജാതിക്ക് കൊടുക്കും. പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നാം വിശ്വസ്തരാണോ എന്നും, തക്ക സമയത്ത് നാം ഫലം കായ്ക്കുന്നുണ്ടോ എന്നും, നാം വല്ലാത്തവരായാണോ അല്ലെങ്കിൽ അതോ നല്ലവരും വിശ്വസ്തരുമായവരാണോ എന്നൊക്കെ നമുക്ക് ഈ വചനപ്രകാരം ശോധന ചെയ്ത് ഒന്നുകൂടെ അമ്മേ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് പൂർണ്ണമായി സമർപ്പിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാനും പ്രയോജനപ്പെടുവാനും ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളിൽ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ വിശുദ്ധ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി നന്ദി. കൃപയാൽ ഞങ്ങൾക്ക് ഈ ഭാഗ്യം അങ്ങ് നൽകിയല്ലോ. അപ്പോൾ ആ സ്തോത്രം അങ്ങ് വിശ്വസ്തരെന്നെ ഞങ്ങളെ ചിലത് ഏൽപ്പിച്ചിരിക്കുമ്പോൾ കർത്താവെ, അതിൽ നിന്ന് കർത്താവ് വിശ്വസ്തരായി നിന്നുകൊണ്ട് അങ്ങേക്ക് വേണ്ടി ഫലം കായ്പാൻ അത് കർത്താവ് തക്ക സമയത്ത് കർത്താവ് നല്ല ഫലം കൊടുക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവെ, കുറവുകളെ പാപങ്ങളൊക്കെ ദൈവം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി കർത്താവ് അനുഭവം തരുന്നവരായി മാറുവാൻ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ വചനപ്രകാരം ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.